ഇന്നേ നമ്മൾ വൈകുന്നേരം ചായ അല്ല കേട്ടോ, മുത്താറി ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാണ്. മുത്താറി എന്ന് പറയും, കോറാന്നും പറയും. നമ്മളിത് തുണി വെച്ച് നന്നാക്കി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചു, പിന്നെ തുണി വെച്ചിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചണ്ടിയില്ലാണ്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉരുളി വെച്ചിട്ട് നന്നാക്കി കുറുക്കിയെടുക്കണം. 3 അച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്നും ഇങ്ങനെ നമ്മൾ ചായക്കടിയൊന്നും ഉണ്ടാക്കണ്ട. നമ്മളിതാ 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് കട്ടിയായി വരാനാണ്. നമ്മളിത് അവസാനം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ. നമ്മളിതാ പാത്രം വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടാം, നിലക്കടല ഇടാം, എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഇട്ടോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് ഇട്ടിരിക്കണേ. ആ മധുരത്തിൻ്റെ കൂടെ ഈ തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോഴേ അടിപൊളിയാട്ടോ. നമ്മൾ കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കില്ലേ, അലുവയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും എല്ലാവരും. നമ്മളിതാ പാത്രം വെച്ചിട്ടേ അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു ഫീസറിൽ വെച്ചോളൂ. കുറച്ച് തണുത്ത ശേഷം നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ മതി. ആ ചൂടറിയ ശേഷമേ അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. പിന്നെ എല്ലാവിടെയും മഴയൊക്കെ ഉണ്ടോ? ഇന്നും മഴയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. മക്കൾക്ക് ഉണ്ടാക്കി നോക്കണേ, കൊടുത്തു നോക്കൂ. ഇപ്പം അമ്മ പറയാണ്ട് പറഞ്ഞു ഞാൻ, അടിപൊളി ടേസ്റ്റ്.